ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇൻകം ഫ്രം അതർ സോഴ്സിലെ പ്രോബ്ലം നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മിസ്റ്റർ പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31st March 2020 കൺസിസ്റ്റഡ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 25,000 തന്നിരിക്കുന്നു. 8% ആഗ്ര മുനിസിപ്പൽ ബോൺസ് 15,000 തന്നിരിക്കുന്നു. 9% ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോൺസ് 20,000 തന്നിരിക്കുന്നു. Then 7% government bonds 18,000 തന്നിരിക്കുന്നു. Then 6% securities of a foreign government 15,000 തന്നിരിക്കുന്നു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു സുകന്യ സമൃദ്ധി അക്കൗണ്ട് 3,000 തന്നിരിക്കുന്നു. ഹി പെയ്ഡ് ₹60 ആസ് കമ്മീഷൻ ഫോർ കളക്ടിങ് ദ ടാക്സബിൾ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഐറ്റംസ് നമ്മൾ എഴുതി അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് എഴുതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമുക്ക് ടാക്സബിൾ ആണ്, ലെസ് ടാക്സ്. അപ്പോൾ ഇതിൽ ടാക്സ് ഫ്രീ ആണോ ലെസ് ടാക്സ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലെസ് ടാക്സ് ആക്കിയാണ് നമ്മൾ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ടാക്സബിൾ ആണ്. TDS ഇല്ല. 25,000 7%. 25,000 7% എത്ര? 735 5 ഇടാം. 7 14 3 17. ഓക്കെ. അപ്പോൾ 1,750 രൂപ ടാക്സബിളായിട്ട് എഴുതാം. TDS ഇല്ല എന്നുള്ളതാണ്. അതുപോലെ 8% ആഗ്ര മുനിസിപ്പൽ ബോൺസ് 15,000 തന്നിരിക്കുന്നത്. 15,000ൻ്റെ 8%. 15,000ൻ്റെ 8% എത്രയാണ്? 15,000ൻ്റെ 8% എന്ന് പറയുന്നത് 1,200 വരുന്നു. ദെൻ ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോൺസ് 9% തന്നിട്ടുണ്ട്. അത് 20,000 ആണ്. 20,000ൻ്റെ 9% 20 18 1,800 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിന് TDS ഇല്ല. നമ്മളതിൻ്റെ എമൗണ്ട് എഴുതുന്നു. അപ്പോൾ അതിൽ നമുക്ക് 1,800 ടാക്സബിളായിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ. പിന്നെ നമുക്കത് 7% ഗവൺമെൻറ് ബോൺസ് 18,000 രൂപ നമുക്ക് തന്നിട്ട് ഗവൺമെൻറ് ബോൺസ്. അത് എത്രയാണ്? അതിൻ്റെ എമൗണ്ട് 18,000 രൂപയുടെ 7%. 18,000 രൂപയുടെ 7% എത്ര വരും? 1,260 രൂപ വരും. ഓക്കെ. ദെൻ 6% സെക്യൂരിറ്റീസ് ഓഫ് എ ഫോറിൻ ഗവൺമെൻറ് 15,000ൻ്റെ 6%. 15,000ൻ്റെ 6% എത്ര വരും? 6%. 6 5 30 1 6 9 900 റുപ്പീസ് വരുന്നു. ഓക്കെ. ഇത് നമുക്കതിൽ തന്നിരിക്കണം. അപ്പോൾ നോക്കാം. ഗവൺമെൻറ് ബോൺസ് 18,000ൻ്റെ 7%, ഫോറിൻ ഗവൺമെൻറ് 15,000ൻ്റെ 6%. ദ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു സ്കീമാണ്. അത് എക്സെപ്റ്റഡ് ആണ്. ഓക്കെ. ദെൻ ഹി പെയ്ഡ് ₹60 ആസ് കമ്മീഷൻ ഫോർ കളക്ടിങ് ദ ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. 1000 കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1,200 രൂപ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എടുത്താണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പോർട്ട് ട്രസ്റ്റ് ബോംബെ പോർട്ട് ട്രസ്റ്റിൻ്റെ ബോണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു. അതിനൊരു 1,200 രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡിഡക്ഷൻ 57 പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഓക്കെ. നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ് 25,000ൻ്റെ 7%. 25,000ൻ്റെ 7% 1,750 വരും. ഓക്കെ. ദെൻ ആഗ്ര മുനിസിപ്പൽ ബോൺസ് 15,000ൻ്റെ 8%. 15,000ൻ്റെ 8% വന്നാൽ 1,200 വരും. 1,200. ദെൻ ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോൺസ് അത് എത്ര വരും? എത്രയാണ് എമൗണ്ട്? 20,000ൻ്റെ 9%. 1,800 വരുന്നു. 1,800 വരുന്നു. ഓക്കെ. ദെൻ പിന്നെ ഗവൺമെൻറ് ബോൺസ് എന്നുള്ള അതിൻ്റെ എമൗണ്ട് എത്രയാണ്? ഗവൺമെൻറ് ബോൺസ് നമുക്ക് അറിയാം 15,000 ആണ് തന്നിരിക്കുന്നത്. ഗവൺമെൻറ് ബോൺസ് 15,000 അല്ല 18,000 ആണ് തന്നിരിക്കുന്നത്. 18,000ൻ്റെ 9%. 18,000ൻ്റെ 9% അത്ര വരും. 18,000ൻ്റെ 9% 1,260 വരും. ഓക്കെ. ദെൻ ഫോറിൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതറിയാം 15,000ൻ്റെ 6%. 15,000ൻ്റെ 6% 900 രൂപ വരും. 1,200 വരും. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ സുകന്യ സമൃദ്ധി അക്കൗണ്ട് അത് എക്സെപ്റ്റഡ് ആണ്. ഇനി അതൊക്കെ കൂടി ആഡ് ചെയ്യാം. 1,750 1,200 1,800 1,260 900 ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6,910. 6,910 നമുക്ക് കിട്ടുന്നത്. ഇനി അതിൽ നിന്ന് സെക്ഷൻ 57 പ്രകാരം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57 കളക്ഷൻ ചാർജസ് 60, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1,200. അപ്പോൾ 1,260 രൂപ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57 പ്രകാരമുള്ളത് 1,260 1,260 ആണ്. അത് 6,910 അത് ആ ഇൻകത്തിൽ നിന്ന് 1,260 ഡിഡക്ഷൻ 57 പ്രകാരമുള്ളത് കുറയ്ക്കാം. ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് 5650. അതാണ് നമ്മുടെ ഇൻകം. 56 ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് വരുന്നത് 5,650 രൂപ.
അപ്പോൾ ഇവിടെ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഡിഡക്ഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും കുറയ്ക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കളക്ഷൻ ചാർജസ് കുറയ്ക്കാം. ലെസ് കളക്ഷൻ ചാർജസ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് കളക്ഷൻ ചാർജസ് ആണ്. അത് വീണ്ടും ഇനി കളക്ഷൻ ചാർജസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വേറെ എഴുതേണ്ട, ലെസ് ഡിഡക്ഷൻസ് എന്ന് എഴുതാം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57 അങ്ങനെ എഴുതാം, അതാണ് നല്ലത്. ഓക്കെ, ഡിഡക്ഷൻസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ UBRS അണ്ടർ സെക്ഷൻ 57. ഓക്കെ, അതിൽ കളക്ഷൻ ചാർജസ് 60, ഇൻട്രസ്റ്റ് ലോൺ 1200, 1200 രണ്ടും കൂടി കൂട്ടുമ്പോൾ 1260. അത് മൈനസ് ചെയ്യുമ്പോൾ 5650 രൂപയാണ് നമുക്കിവിടെ ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.